ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കറികളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലു കുൽച്ചൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ആലു കുൽച്ച റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഇത് 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആട്ടപ്പൊടിയിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. 2 കപ്പ് ആട്ടപ്പൊടി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം സ്പൂൺ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ആ ഒരു പഞ്ചസാരയും ഉപ്പും ആ ഒരു മൈദൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ തൈര്. എന്നിട്ട് തൈരിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. ഞാനിതാ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടില്ലേ ഇത് എന്താ പറയുക തൈരിലിട്ടിട്ട് മാത്രം മിക്സാക്കി എടുക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ പാരൻസ് കുറേ ആളെന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാരൻസിൻ്റെ ഫീഡ്ബാക്കും കൂടി ഞാനിതിൽ ഷെയർ ആക്കുന്നുണ്ട്. ആൾക്കിപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്, നല്ല മാറ്റമായിട്ട് വന്നിട്ടുണ്ട്. ആളിപ്പോൾ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ട്രബിളായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെയൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലാസ്സസ് ആണ്. ഒന്നാമത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടെയൊക്കെ ഓക്കെ ആയത്. ആൾക്ക് നല്ല മടിയായിരുന്നു. ഇപ്പോൾ ക്ലാസ്സസൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ആൾ ഓക്കെ ആയിട്ടുണ്ട്. നല്ല ക്ലാസ്സസ് ആണ് കേട്ടോ. ഇവാൻ്റെ ക്ലാസ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ് ടൈമിൽ തന്നെ അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് പഠിച്ചു തന്നെ പോകുന്നുണ്ട്. അവന് ടീച്ചറിനെ ഇഷ്ടമാണ്. അവന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വേഗം ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല ടീച്ചറും നല്ല ക്ലാസ്സുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടില്ലേ, ഞാനില്ലേ എൻ്റെ ഓരോ വ്ളോഗ്സിലും റെസിപ്പീസിലും എല്ലാം ആൽബിഡോ ട്യൂഷന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഷെയർ ആക്കില്ലേ. അതുപോലെ തന്നെ ഒരുപാട് പാരൻസ് അവരുടെ കുട്ടികളെ അതിൽ ചേർത്തിട്ടുമുണ്ട്. അപ്പം എന്നാലും ഇല്ലേ കുറേ പാരൻസ് എന്നോട് ചോദിക്കലുണ്ട്, ആൽബിഡോ നല്ലതാണോ, നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് വേർത്താണോ, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടോ എന്നെല്ലാം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാരൻസിൻ്റെ ഫീഡ്ബാക്ക് എന്നൊക്കെ കേൾപ്പിക്കാൻ കാര്യം. നിങ്ങളെ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെയല്ലേ അടിപൊളി ക്ലാസ്സാണ്. നമുക്ക് വിശ്വസിച്ചിട്ട് കുട്ടികളെ ചേർത്താൻ പറ്റിയ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബിഡോ. അപ്പോൾ ആൽബിഡോയിൽ കിൻഡർ ഗാർഡൻ കുട്ടികൾ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൾഫിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ LKG UKG എല്ലാം ആൽബിഡോയിൽ ചേർക്കുകയാണെങ്കിൽ അവർ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു സ്കൂളിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പം +2 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അക്കാദമിക് ട്യൂഷന് പുറമെ സബ്ജക്റ്റ് ബേസ് ആയിട്ട് എന്താ പറയുക ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവർ ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് ബാക്കിലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവർക്ക് ട്യൂഷൻസ് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവർ വെറുതെ അങ്ങ് ക്ലാസ് എടുത്ത് പോവുക, അതിനു പുറമെ കൺസെപ്റ്റ് ബേസിലാണ് കേട്ടോ ഇവർ ക്ലാസ് കൊടുക്കുന്ന. കുട്ടികളുടെ ഓരോ ചാപ്റ്റേഴ്സിനും അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ട്രെയിനേഴ്സും എല്ലാം ഒന്ന്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മെൻറ്ററും ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരെങ്കിലും കുട്ടികൾ എന്താ പറയുക ഏതെങ്കിലും വിഷയത്തിൽ ബാക്കിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആൽബിഡോനെ കോൺടാക്ട് ചെയ്തോ. നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ കുട്ടികളെ ചേർത്താൻ പറ്റിയ ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബിഡോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ബാക്കി റെസിപ്പിയിലേക്ക് പോവാം. പിന്നെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തു. റെസിപ്പിയിലേക്ക് വരാം. ഞാനിപ്പം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അതിലേക്ക് തൈരും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടില്ലേ. തൈരെല്ലാം നല്ലോണം ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുക്കുക, കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിൽ ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കുക, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കലാണ്. ചപ്പാത്തിയിലും കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്.
അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം കൈവച്ചിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇട്ടിട്ടും നല്ലോണം സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുക്കുക. നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുന്നായിട്ട് ഞാനിതാ കുറച്ച് ഓയിലും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കണം. ക്രീം റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ കോട്ടൺ ക്ലോത്ത് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ഇതാ ഞാൻ 5 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതെടുക്കുന്നുണ്ടെങ്കിൽ 2 മതിയാവും കേട്ടോ. ഇതിലേ ഞാൻ വേവിച്ചെടുത്തതാണ്. ഒരു 3 വിസിൽ വരെ വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലിട്ടിട്ടത് ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ ഇല്ലേ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റായിട്ട് ചെറിയ ചെറിയ പീസൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കണം. കാര്യം ഇത് നമ്മൾ ഈ ഒരു കുൽച്ചൻ്റെ മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹാർഡില്ലാത്ത രീതിയിൽ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ടാക്കണം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണിലും കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ക്യുമിൻ സീഡിലെ അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. സാധാരണ നമ്മൾ പാനിപ്പൂരിൻ്റെ എല്ലാം മിക്സ് ഇല്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ പാനിപ്പൂരിയിൽ നമ്മൾ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കില്ല. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് 4 ബോൾസ് ആക്കി എടുക്കുക. നമ്മളിപ്പോൾ 2 കപ്പ് മൈദയല്ലേ ചേർത്ത് കൊടുത്തത്. 280 ml കപ്പിൽ 2 കപ്പ് മൈദ. അപ്പം 4 ബോൾസ് മതി കേട്ടോ. കറക്റ്റ് അളവാണ്. കറക്റ്റ് 4 കുൽച്ച ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മൈദൻ്റെ അളവ് കൂട്ടിയെല്ലാം എടുക്കാം കേട്ടോ. ഞാനിത് ഓരോരോ ബോൾസ് ആക്കി എടുക്കലാണ്. 4 ബോൾസ് ആക്കി എടുക്കലാണ്. എന്നിട്ടിൽ ഈ ബോൾസാക്കി എടുത്ത ശേഷിയിലെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെ, നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഓരോന്ന് റെഡിയാക്കുമ്പം ബാക്കിയുള്ളതൊന്ന് ഈ ഒരു തുണി വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ടിതാ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ്സാക്കിയിട്ട് നമ്മൾ ആലു പറാത്ത എല്ലാം റെഡിയാക്കൂലേ, അതുപോലെ ചെയ്തെടുക്കുക. ആദ്യം ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ വേണം നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. ഫില്ലിങ് അത്യാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ നിറച്ച് കൊടുക്കണം. എന്നാലാണ് ഈ ഒരു ആലു കുൽച്ച കഴിക്കാൻ വേണ്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാര്യം നമ്മളിതിന് കറിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫില്ലിങ് അത്യാവശ്യം നല്ലോണം നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തുനിന്നും ഈ ഒരു ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു മൈദ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിനോ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പരത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആലു കുൽച്ച ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ടില്ലേ കറുത്ത എള്ള് ഒന്നിട്ട് കൊടുക്കുക. കറുത്ത എള്ളും പിന്നെ വെളുത്ത എള്ളുണ്ടാവില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്തതിനാൽ ഈ ഒരു കുൽച്ച കാണാൻ വേണ്ടിക്ക് നല്ല ഭംഗിയായിരിക്കും. വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും. നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിക്ക്. എന്നിട്ട് വീണ്ടും ഞാൻ അതിന് മുകളിലായിട്ടൊന്ന് പരത്തി കൊടുക്കലാണ്. ഈ ഒരു എള്ളെല്ലാം നല്ലോണം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. ആ ഒരു വെള്ളം തിളക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു
പരത്തി വെച്ച കുൽച്ച ഉണ്ടാവില്ലേ, അത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വരുന്ന ടൈമിൽ വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു കുൽച്ചയിൽ നല്ലോണം പൊങ്ങി വരും. പൊങ്ങി വരുന്നത് വരെ അടിച്ച് വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടാവും. കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ, 1/4 കപ്പിലും കുറച്ച് വെള്ളം മതി. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഉൾഭാഗമെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ മൊത്തത്തിൽ ബട്ടർ പരട്ടി കൊടുക്കലാണ്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ പുറം ഭാഗമെല്ലാം നല്ലോണം മൊരിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് കുക്കാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിന് മുകളിലായിട്ട് ഞാൻ ബട്ടർ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു എന്താ പറയുക, ശരിക്കും ഒരു കുൽച്ചൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുക്കാക്കി എടുത്തോണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുക്കലാണ്. ഇതിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം പൊങ്ങി വരും കേട്ടോ. പക്ഷേ ഞാനിത് കുറച്ച് തിരക്കിലാണ് ഉണ്ടാക്കിയത്. ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നത് കാണിക്കാം. നല്ലോണം പൊങ്ങി വരും. ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇതിലും നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ആദ്യത്തെ കുൽച്ച റെഡി ആയിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കി. അപ്പോൾ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഞാൻ വേഗം അതങ്ങനെ എടുത്തു കൊടുക്കലാണ് ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തേത് പൊങ്ങി വരുന്നതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ മാവ് എടുത്തിട്ടുണ്ട്, ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പരത്തി കൊടുക്കുക. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ചപ്പാത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കുക. ഇതിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കറികളൊന്നും വേണ്ട, ടെൻഷനും ഇല്ല. കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുകയാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ മൈദ വേണ്ട, മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഇതേ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ രണ്ടാമത്തതിലും ഈ ഒരു എള്ളും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കലാണ്. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയില ചേർത്ത് കൊടുത്തതിനാൽ. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു പാനിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിലും കുറച്ച് കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ പരത്തി വെച്ച് ഈ ഒരു മാവിലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇത് പൊങ്ങി വരണം. കാര്യം ഉൾഭാഗം നല്ലോണം, നമ്മളിത് കട്ടിക്കല്ല പരത്തിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വരണം. അതിനാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാ വെള്ളം മൊത്തത്തിൽ വറ്റി വന്നേരം ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ കുറച്ചധികം തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇതാ ഞാൻ എല്ലാ ഭാഗത്തും ബട്ടർ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ബട്ടറോ ഗീയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അളവിൽ 4 കുൽച്ച എന്താ പറയുക റൊട്ടിയാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുക. അപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് തരം ഈ ഒരു നമ്മൾ മൈദ പരത്തിയതുണ്ടാവില്ലേ, ആ ഒരു പൊടിയിലുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴേ അത് സെറ്റ് ആയിക്കോളും. ഇതാ മൊത്തത്തിൽ ബട്ടർ ഞാൻ പുരട്ടി കൊടുക്കലാണ്. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തേത് ഉണ്ടാക്കുന്ന ടൈം ഇക്കൊക്കെ ഷോപ്പിൽ പോകുന്ന ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തേത് പൊങ്ങി വരുന്നതൊന്നും കാണിക്കാണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. അന്നേരം ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഇതുണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഫില്ലിങ് നിറച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ അധികം നമ്മൾ പരത്തിയെടുക്കൂലേ, അന്നേരം നല്ലോണം പരത്തിയെടുക്കണ്ട, സോഫ്റ്റായിട്ട് പതിയെ പരത്തിയെടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ കുറച്ച് കട്ടി തന്നെ മാവ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഫില്ലിങ് പുറത്ത് വരാനൊന്നും ചാൻസ് ഇല്ല. എന്നാലും ചിലരുണ്ടാക്കുമ്പം പുറത്ത് വരാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നതാണ്, പരത്തുമ്പം കുറച്ച് മെല്ലെ പരത്തിയെടുക്കാം.
അപ്പോൾ ഇതാ 2 ഭാഗവും ഒരുപോലെ കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു വെജീസ് ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിക്കന് വേണ്ട, എന്താ പറയുക, ചിക്കന് ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട, ഇങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. ഉരുളക്കിഴങ്ങെല്ലാം എല്ലാവരും വീട്ടിലുണ്ടാകുന്ന തന്നെയല്ലേ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് കറി വേണ്ടാന്നേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തൈരിൽ ഡിപ്പ് ചെയ്തിട്ട് തൈരിൽ മുക്കിയിട്ട് കഴിക്കുവാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അങ്ങനെയെല്ലാം വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിച്ചോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ നേരത്തെ ഒരു വെള്ളത്തിലല്ലേ ഇത് വേവിച്ചെടുത്തേ. അപ്പോൾ ഇതാ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡിന്നറിനോ എല്ലാം നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ആൽബിഡോൻ്റെ കാര്യം മറക്കണ്ട, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.